നമസ്കാരം. ഭാരത് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം പ്രശാന്ത്. ഭൂഗോളം ഉരുണ്ടാണെന്ന് തമിഴ്നാട്ടിലെ DMKക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായത് വലിയ കാര്യമുണ്ട്. കാരണം അവരുടെ സുവർണകാലം തമിഴ്നാട്ടിൽ നിന്നും അവർ ഒന്നുകിൽ ജയലളിത അല്ലെങ്കിൽ കരുണാനിധി അങ്ങനെ DMK അല്ലെങ്കിൽ ADMK ഈ രണ്ടുപേരും വന്നത് DK എന്ന് പറയുന്ന ദ്രാവിഡ കഴകത്തിൽ നിന്ന്. അതെ, പക്ഷേ ഈ DMK അതേപടി പിളരാതെ നിൽക്കുന്നു. ADMK ഇപ്പോൾ നമ്മുടെ കേരള കോൺഗ്രസ് പോലെ പലതായിട്ട് പിരിഞ്ഞ് പല കക്ഷികളിലേക്ക് തമിഴ്നാടിന്റെ പല ജില്ലകളിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. ഈ പെൺമക്കളെ കെട്ടിച്ചു വിടുന്നത് പോലെ അവർ ഈ ഭാഗം കൊടുത്തങ്ങ് പറഞ്ഞു വിടും. ഭാഗമില്ലാതെയാണ് പോയത്. ഇപ്പോൾ വീണ്ടും DMKയുടെ MP-മാർ NDAക്കൊപ്പം ആദ്യം പ്രത്യേക ബ്ലോക്കാകാൻ ഒരു കത്ത് കൊടുത്ത് പ്രത്യേക ബ്ലോക്കായിട്ടിരിക്കുന്നു. ഇനി DMKയുടെ ഭാഗമായിട്ടുള്ള ഒരു അന്തിമ തീരുമാനം വന്നിട്ടുണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഡൽഹിയിൽ നിന്നുള്ള വ്യക്തമായ രാഷ്ട്രീയ സൂചനകൾ വിരൽ ചൂണ്ടുന്നത് ഈ ഒരു പുതിയ സംഭവവാക്യത്തിലാണ്. കാരണം അവർ നമ്മുടെ ഇന്ത്യ മുന്നണിയുടെ ഒരു തമിഴ്നാട്ടിൽ കാണിച്ച ചതി അല്ലേ, ഒരു കൊലച്ചതിയുടെ ആ ഒരു വിഷമത്തിൽ നിന്നുമാണ് അതിൻ്റെ ഒരു പ്രതിഷേധത്തിൽ നിന്നുമാണ് അവർ പ്രത്യേക ബ്ലോക്കായിട്ടിരിക്കാൻ തീരുമാനിച്ചത്. ഇപ്പോൾ എന്തായാലും DMK ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം DMK MP-മാർ ഒന്നടങ്കം NDAക്ക് പിന്തുണ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ എന്താ കൂടുതൽ വ്യക്തത? അതിൻ്റെ സൂചനകളാണ്. അത് ശരിക്കും ഡൽഹിയിൽ അത് സംബന്ധിച്ച് ചർച്ചകളൊന്നും നടക്കുന്നില്ല. പക്ഷെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ചില സൂചനകൾ നമ്മളെ അതിലേക്ക് നയിക്കുകയാണ്. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഒന്ന്, DMKക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാം, ദേശീയ രാഷ്ട്രീയത്തിൽ അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല. അവർക്ക് ഏതാണ്ട് 39 MP-മാർ അവർക്കുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ ഈ 39 MP-മാർ കൂടി NDAയിലേക്ക് വരികയാണെങ്കിൽ NDAയുടെ ഭൂരിപക്ഷം ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. അവർക്ക് പാർലമെൻറ്റിൽ 3/2 ഭൂരിപക്ഷത്തിലേക്ക് ഒരു ബില്ല് കൊണ്ടുവന്നാൽ, ഇപ്പം നമുക്കറിയാലോ വനിതാ സംവരണ ബില്ലൊക്കെ പാസ്സാക്കാൻ ഭരണഘടനാ ഭേദഗതിക്ക് 3/2 ഭൂരിപക്ഷം ആവശ്യമുണ്ട്. ആ 3/2 ഭൂരിപക്ഷം തികയ്ക്കാൻ ആവശ്യമായ ഒരു മാന്ത്രിക സംഖ്യയിലേക്ക് BJP അഥവാ NDA സഖ്യം എത്തും. അതിൻ്റെ ചില സൂചനകൾ തമിഴ്നാട്ടിൽ നിന്നും വരികയാണ്. മറ്റൊന്നുമല്ല, ഈ നമുക്കറിയാം ഇപ്പോൾ DMK അവിടെ DMK മാത്രമല്ല മത്സരിച്ചത്, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് DMK, MDMK, അതുപോലെ കോൺഗ്രസ്, VCK, CPM, CPI തുടങ്ങിയ കക്ഷികളോടൊപ്പം സഖ്യമായിട്ടാണ് മുസ്ലിം ലീഗ്, ഇവരെല്ലാം കൂടെ ചേർന്നാണ് മത്സരിച്ചത്. അതിൽ കോൺഗ്രസ് പോയി, മുസ്ലിം ലീഗ് പോയി, CPM പോയി, CPI പോയി. ഇവരെല്ലാം വിജയിൻ്റെ പുറകെ പോയി. വെച്ചാൽ അധികാരം എവിടെയാണോ അവിടെ. ഇവർക്ക് ആകെ 2-3 MLA-മാരൊക്കെ ഉള്ളൂ. പക്ഷേ ആ കോൺഗ്രസ്സിന് 4 പേരുണ്ട്. ഇവരെല്ലാം ജയിച്ചത് DMKയുടെ ചെലവിലാണ്. DMKയുടെ പണം, DMKയുടെ അണികളുടെ പ്രവർത്തനം, DMKയുടെ തന്ത്രം ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവർ ജയിച്ചത്. അത് കോൺഗ്രസ് ആണെങ്കിലും CPM, CPI ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും VCK ആണെങ്കിലും ഈ പറയുന്നത് പോലെ MDMK, വൈക്കോയുടെ പാർട്ടി, MDMK, പട്ടാളിമക്കൾ കക്ഷി, പട്ടാളിമക്കൾ കക്ഷി NDAക്കൊപ്പമായിരുന്നു. ഈ വൈക്കോയുടെ പാർട്ടി ഒക്കെ ജയിച്ചത് ഇവരുമായിട്ട് ചേർന്നാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരമനുസരിച്ച് വൈക്കോ, അതായത് ഈ MTMK എന്ന് പറയുന്ന പാർട്ടിക്ക് 2 MLA-മാരുണ്ട്, രാജേന്ദ്രനും പിന്നെ ഒരു സെന്തിൽ സെൽവനും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ 2 പേരും മത്സരിച്ചത് ഉദയസൂര്യൻ്റെ ചിഹ്നത്തിലാണ്. DMK സ്ഥാനാർത്ഥികളായിട്ടാണ് ഇവർ മത്സരിച്ച് ജയിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് പിന്നെ എല്ലാ കാലത്തും DMKയുടെ ഇതിൽ തുടരണം, അല്ലെങ്കിൽ MLA സ്ഥാനം രാജിവെക്കണം. ഇത് രണ്ടും അല്ലാതെ വേറെ വഴിയില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം, ഈ വൈക്കോ ഒരു പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ ഹിന്ദുത്വ ശക്തികൾക്ക് വേരുറപ്പിക്കാൻ കഴിയുന്ന, ഇടയാക്കുന്ന തീരുമാനങ്ങളെ എന്ത് വില കൊടുത്തും MDMK ചെറുക്കും, അതിനെ പരാജയപ്പെടുത്തും. അങ്ങനെ ഹിന്ദുത്വ ശക്തികളെ തമിഴ്നാട്ടിൽ വേരൂന്നാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ DMKയുമായിട്ട് ഞങ്ങൾ വഴിപിരിയുകയാണ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? DMK പോകുന്നത് ഹിന്ദുത്വ ശക്തികളുടെ ക്യാമ്പിലേക്കാണ്, ആ വഴിക്കാണ്. അപ്പോൾ ഞങ്ങൾക്കത് യോജിക്കാൻ പറ്റുന്നില്ല, ഞങ്ങളത് വഴിപിരിയും. അതായത് DMK ഔദ്യോഗികമായി മുരശിലൂടെ ഒന്നും പറയാതെ, അവിടെ മുഖപത്രത്തിലൂടെ ഒന്നും പറയാതെ നേരെ MDMK കൊണ്ട് പറയിപ്പിച്ചിരിക്കുന്നു.
അങ്ങനെ വേണമെങ്കിലും അതിനെ വ്യാഖ്യാനിക്കാം. അവർക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ, പ്രഖ്യാപിക്കാൻ പറ്റില്ല. അങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. പക്ഷെ അതിനകത്ത് വേറെ ചില അന്തർനാടകങ്ങൾ നടന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ ഈ വൈക്കോ നമുക്കറിയാം. ഞാനിപ്പോഴും ഓർക്കുന്നത് 98-99 കാലത്ത് ഈ ജയലളിത പിന്തുണ പിൻവലിച്ചപ്പോൾ അന്ന് അവിശ്വാസ പ്രമേയം സഭയിൽ വരികയും ചർച്ച നടക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഈ കരുണാനിധിക്കെതിരെ കേസെടുത്ത് കരുണാനിധിയെ അകത്താക്കണം എന്നും പറഞ്ഞ് ജയലളിത വലിയ സമ്മർദ്ദം ചെലുത്തി. ആ സമ്മർദ്ദമൊക്കെ ചെലുത്തിയ സമയത്ത് ഈ DMKയുടെ അംഗങ്ങൾ വളരെ കുറവായിരുന്നു. AIDMK അല്ല ഈ MDMKയ്ക്കും ഒക്കെ അന്ന് വൈക്കോ പാർലമെൻറ്റിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാർലമെൻറ്റിൽ അയാൾ നടത്തിയ ഒരു പ്രസംഗം, ഈ അന്ന് BJPയെ അനുകൂലിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗം, ഈ അവിശ്വാസ പ്രമേയത്തെ തള്ളിക്കളയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ പ്രസംഗമൊക്കെ നമ്മളെല്ലാവരും കേട്ടതാണ്. ഇരിക്കട്ടെ, രാഷ്ട്രീയത്തിൽ സ്ഥിരമായി ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല, എതിരാളികളും നിലപാടുകളും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് MDMKയ്ക്ക് ഇന്ന് ഹിന്ദുത്വ ശക്തികളെ തള്ളി പറയാം, നാളെ കെട്ടിപ്പിടിക്കാം, അതൊക്കെ സംഭവിക്കും. പക്ഷേ അതിൽ നിന്ന് മനസ്സിലാകുന്നൊരു കാര്യം, DMK വളരെ കൃത്യമായിട്ട് ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് DMK ചുവട് വയ്ക്കുന്നു എന്നാണ്. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് വിഷയാധിഷ്ഠിതമായി അവർ NDAക്ക് പിന്തുണ കൊടുക്കും. അത് അവർ NDAയുടെ ഭാഗമാണോ എന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അവർ NDA മുന്നണിയിൽ പ്രവേശനം നേടുമോ എന്ന് ചോദിച്ചാൽ നമുക്കൊരു ഉത്തരം പറയാൻ കഴിയില്ല. പക്ഷേ പാർലമെൻറ്റിൽ നിർണായക സന്ദർഭങ്ങളിൽ അവർ ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കും. അതിന് 2 കാരണങ്ങളുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാരണം, അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല, അവർക്കൊരു വലിയ പിന്തുണ ദേശീയ രാഷ്ട്രീയത്തിൽ ആവശ്യമുണ്ട്. അത് ഒന്നുകിൽ കോൺഗ്രസ് ആയിരിക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ BJP നേതൃത്വം കൊടുക്കുന്ന NDA ആയിരിക്കണം. അതിൽ അവരിപ്പോൾ കോൺഗ്രസ് ഇത്രയും വലിയ ചതി പിന്നിൽ നിന്ന് കുത്തിയ ഒരു സാഹചര്യത്തിൽ അവർ തീർച്ചയായിട്ടും NDAക്ക് കൈകൊടുക്കാനായിരിക്കും അവർ താല്പര്യപ്പെടുന്നത്. അതെ, അങ്ങനെ DMK NDAക്ക് കൈ കൊടുക്കും, അല്ലെങ്കിൽ വിഷയാധിഷ്ഠിത പിന്തുണ കൊടുക്കുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ MDMK ഇവിടെ നിന്നും പിൻവലിയുന്നത്. അതിനവർ പറയുന്നൊരു ന്യായം, ഈ രാജേന്ദ്രനെയും ഈ സെന്തിൽ ഉണ്ടല്ലോ, സെന്തിൽ സെൽവൻ, ഈ 2 MLA-മാരെയും മത്സരിപ്പിച്ചത് ഉദയസൂര്യൻ DMKയുടെ ചിഹ്നത്തിലാണ്. അത് ഞങ്ങൾക്ക് ഒട്ടും യോജിക്കാൻ കഴിയുന്നില്ല. മത്സരിക്കുമ്പോൾ ഇവർ ആലോചിച്ചില്ലേ ഇത്? അതെ, തീർച്ചയായും. അപ്പോൾ അവിടെ അതൊരു കാരണമാക്കി, അതിൽ ഞങ്ങൾക്ക് വലിയ അതൃപ്തിയുണ്ട് എന്ന് പറഞ്ഞ് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു എന്താ പറയുക, ഈ DMK സഖ്യവുമായിട്ട് വഴിപിരിയാൻ ഒരു കാരണം ഉണ്ടാക്കിയെടുക്കുകയാണ്. അതുമാത്രമല്ല, വൈക്കോ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയിനെ നേരിട്ട് കണ്ട് ചർച്ച നടത്തി. അപ്പോൾ ചർച്ച നടത്തിയപ്പോൾ ജോസഫ് വിജയ് ഇവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ്, ആ 2 MLA-മാരെ രാജിവെപ്പിക്കുക, എന്നിട്ട് നിങ്ങളുടെ ചിഹ്നത്തിൽ അവിടെ മത്സരിക്കുക, ഞങ്ങൾ പിന്തുണയ്ക്കാം, ജയിച്ചു വരും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവർക്ക് അതിനുള്ള ധൈര്യമില്ല. അപ്പോൾ ഈ രാജേന്ദ്രനും ഈ സെന്തിൽ സെൽവനും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളിപ്പോഴും വൈക്കോയുടെ ഒപ്പം തന്നെയാണ്, ഞങ്ങളിപ്പോഴും പിന്നെ എന്താ പറയുക, MDMKയ്ക്ക് ഒപ്പം തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷേ ഞങ്ങൾ ജയിച്ചിരിക്കുന്നത് ഈ ചിഹ്നത്തിലാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് DMKയ്ക്ക് ഒപ്പം നിന്നേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ കൂറുമാറ്റ നിരോധനം നിയമം വരും. ഒന്നുകിൽ രാജി അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. വേറെ വഴിയില്ല. 2017 MDMKയും DMKയും തമ്മിലൊരു സഖ്യമുണ്ടാകുന്നത്. ആ സഖ്യം 2019 മുതൽ 2026 വരെ നടന്ന 4 തിരഞ്ഞെടുപ്പുകളിലും ഇവർ സഖ്യത്തിൽ മത്സരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, CPM, CPI ഇവരെല്ലാം ഒരുമിച്ചാണ് മത്സരിച്ചത്, ഒരുമിച്ചാണ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഒക്കെ. അങ്ങനെ വന്നപ്പോഴും ഈ ഏറ്റവും അവസാനം സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കണം എന്ന് MDMK ആവശ്യപ്പെട്ടെങ്കിലും DMK വഴങ്ങിയില്ല. കാരണം DMKയ്ക്ക് ഇതൊക്കെ നേരത്തെ അറിയാം, ഇവർ പാലം വലിക്കും അവസരം കിട്ടിയ. കാരണം ഈ 2 പേരും ഇവരെ സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കാൻ അനുവദിച്ചിരുന്നെങ്കിൽ ഈ 2 പേരും കൂടെ ജോസഫ് വിജയിനൊപ്പം പോയേനെ. തീർച്ചയായിട്ടും ഞങ്ങൾ BJP അകറ്റി നിർത്താൻ, രാഷ്ട്രപതി ഭരണം വരാതിരിക്കാൻ, BJP നേരിട്ട് കേന്ദ്രം തമിഴ്നാട് ഭരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വിട്ടുവീഴ്ച എന്തു പറയും? DMKയ്ക്ക് എതിർക്കാൻ വോയിസ് ഇല്ല. ഇതിൽ സമാന്തരമായിട്ട് വേറൊരു കാര്യം നടന്നിട്ടുണ്ട്. DMKയുടെ മുഖപത്രമായ മുരശലി 2 ദിവസം മുമ്പാണ് കേരളത്തിലെ CPM-നെ അടച്ചാക്ഷേപിച്ചത്. കാരണം മോദിയുമായിട്ട് അതൊരു ചിത്രവും കൊടുത്തിരുന്നവർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ
നരേന്ദ്രമോദിയെ സ്വീകരിച്ചു എയർപോർട്ടിൽ വന്ന്. ആ എയർപോർട്ടിൽ വന്ന് സ്വീകരിച്ചതും ഡൽഹിയിൽ ചെന്ന് കണ്ടപ്പോൾ മോദിക്ക് ബൊക്കെ കൊടുത്ത് ഹസ്തദാനം ചെയ്ത് നിൽക്കുന്ന ഒരു ഫോട്ടോയും വെച്ചിട്ട് ഇത് പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് DMK മുരശ്ശേരിയിൽ വാർത്ത കൊടുത്തു. അതായത് CPM-നെ, കാരണം നിങ്ങൾ ഒരു നയം പറയുന്നു, നിങ്ങൾ ഇവിടെ നിന്ന് മോദി വിരുദ്ധത ഞങ്ങളോടൊപ്പം പറയുന്നു, അവിടെ ചെന്ന് മോദിയെ കെട്ടിപ്പിടിക്കുന്നു. ആ ഒരു വ്യക്തമായിട്ട് പാർട്ടി പത്രത്തിൽ തന്നെ, പാർട്ടിയുടെ മുഖപത്രത്തിൽ തന്നെ ഇത്തരമൊരു വാർത്ത അവർ CPM, പിന്നെ പിണറായി വിജയൻ്റെ ഒരു ലേഖനം, അവിടെ DMK-യുടെ ഒരു സമ്മേളനത്തിന് പിണറായി വിജയൻ നടത്തിയൊരു പ്രസംഗത്തിൻ്റെ ആ പ്രസംഗം അത് തികച്ചും വിരുദ്ധമാണ്, ഞങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നൊക്കെ ഓരോരോ കാരണങ്ങൾ അക്കമിട്ട് ചൂണ്ടിക്കാട്ടിയാണ് ഇങ്ങനൊരു നിലപാട്. അപ്പോൾ വ്യക്തമായിട്ട് DMK CPM-ൽ നിന്നും അകലുകയാണെന്ന് തീർച്ചയായിട്ടും ഉറപ്പായി. അല്ല, CPM-ൽ നിന്ന് അകലുന്നു എന്ന് മാത്രമല്ല, അവർക്ക് വഴി വേറെ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിർണായക സന്ദർഭങ്ങളിൽ BJP-യെ പിന്തുണച്ചില്ലെങ്കിൽ ED വരും. അല്ല, അവർക്ക് അതുമാത്രമല്ല, അധികാരം വേണം, പണം വേണം, അത്രയേറെ കുഴപ്പങ്ങൾ ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കേന്ദ്ര സർക്കാർ ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണെന്നാണ് അതിനകത്ത് BJP തീർച്ചയായിട്ടും രാഷ്ട്രീയം കളിക്കുന്നുണ്ടാവും. BJP-ക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ DMK-യെ എങ്ങനെയും തങ്ങളുടെ പാളയത്തിൽ, കാരണം 39 MP-മാരുടെ പിന്തുണ എന്ന് പറഞ്ഞാൽ ചെറുതല്ല. അതിനുവേണ്ടി അവർ കൃത്യമായിട്ട്, ഇപ്പോൾ ഞാൻ പറയുന്നത് DMK അഴിമതി നടത്തിയോ ഇല്ലയോ എന്നൊക്കെ പറയാൻ നമ്മളാളല്ല, പക്ഷേ ഒരു അഴിമതി ആരോപണത്തിൻ്റെ പേരിൽ ED-യെ കൊണ്ടുവന്ന് അവിടെ ഇറക്കിയാൽ അത് DMK-ക്ക് തലവേദന. കാരണം കനിമൊഴിയാണ് അവിടുത്തെ പാർലമെന്ററി പാർട്ടി നേതാവ്, കരുണാനിധിയുടെ മകളാണ്. കനിമൊഴിക്കെതിരെ 1-2 ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉണ്ട്. പിന്നെ ദയാനിധി മാരൻ, മുൻ കേന്ദ്രമന്ത്രി എന്ന ദയാനിധിക്കെതിരെ ഒരുപാട് അഴിമതി ആരോപണങ്ങളുണ്ട്. പിന്നെ ഇപ്പം രണ്ട് കുടുംബമാണെങ്കിലും ഈ ദയാനിധിയുടെ ചേട്ടൻ, നമ്മുടെ സൺ TV-യുടെ ഉടമ കലാനിധി മാരൻ സൺ നെറ്റ്വർക്കിന്റെ ഉടമയാണ്. അപ്പം അദ്ദേഹത്തിന് ഒരുപാട് വിഷയങ്ങളുടെ കിടപ്പുണ്ട്. ED-ക്ക് വരാനുള്ള വളരെ പണ്ട് തുടങ്ങിയ 2G സ്പെക്ട്രം തൊട്ടുള്ള കാര്യങ്ങൾ അത് തൊട്ട് ഈ സ്പെക്ട്രത്തിൽ നിന്നൊക്കെ തലനാടിലേക്ക് തെളിവുകളുടെ അഭാവത്തിൽ തലയൂരി ഈ ചാനലിന്റെ ഒരു അപ്രമാദിത്വം തമിഴ്നാട്ടിൽ ഒന്ന് ചവിട്ടിപ്പിടിക്കാനായിട്ട് എന്തായാലും ജോസഫ് C. വിജയ് രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഒരു പുതുതലമുറ TV. ജോസഫ് C. വിജയിനെ സംബന്ധിച്ചിടത്തോളം ഈ ദ്രാവിഡ രാഷ്ട്രീയത്തെ വലിച്ചു കീറാതെ ജോസഫിന് മുന്നോട്ട്, അത് ദ്രാവിഡ രാഷ്ട്രീയത്തെ വലിച്ചു കീറണമെങ്കിൽ അവരുടെ ജിഹ്വയായ ഈ സൺ നെറ്റ്വർക്ക്, പിന്നെ DMK-യുടെ മെയിൻ ചാനലുണ്ട് കലൈഞ്ഞർ TV. സൺ നെറ്റ്വർക്കുമായിട്ട് ഇവർ കരുണാനിധിയും സ്റ്റാലിനും, ഇപ്പുറത്ത് ഈ നമ്മുടെ മുരശ്ശിമാരൻ്റെ മക്കളായ കലാനിധിമാരനും ദയാനിധിമാരും ഉടക്കുന്നു. ഈ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഉടക്കുന്നത് സൺ നെറ്റ്വർക്കിന്റെ ഷെയറിനെ ചൊല്ലിയാണ്. 1500 കോടിയുടെ ഷെയറിനെ ചൊല്ലി ഉടക്കുന്നു. അങ്ങനെ ഈ രണ്ട് കുടുംബങ്ങളെ വേർപിരിയുന്നു. അതുവരെ സൺ നെറ്റ്വർക്കിന്റെ ആസ്ഥാന ഓഫീസ് മുരശ്ശേരി ഇതിലായിരുന്നു, പാർട്ടി ആസ്ഥാനമായ മുരശ്ശേരിയിലായിരുന്നു. അവരവിടെ നിന്ന് മാറി പുതിയൊരു ബിൽഡിങ്ങിലേക്ക് മാറുന്നു. അപ്പോൾ തുടങ്ങിയ വഴക്കാണ്. എങ്കിലും ഈ ഒരു ചാനൽ അന്ന് ലൈസൻസ് വാങ്ങിച്ച ഉൾപ്പെടെ ഈ ചാനലുകളെ പൂട്ടിക്കെട്ടേണ്ടത് ഇപ്പോൾ ആരുടെ ആവശ്യമാണ്? ജോസഫ് C. വിജയൻ്റെ കൂടെ ആവശ്യമാണ്. പുതുതലമുറ ചാനലിനെ തമിഴ്നാട് സർക്കാർ കേബിളിൽ നിന്നും ഒഴിവാക്കി. പണ്ട് ജയലളിത വന്നപ്പോഴാണ് ഇവർക്കായിരുന്നു ജയ TV ഉണ്ട്. തമിഴ്നാട്ടിലെ മൊത്തം കേബിളിൻ്റെയും കേബിൾ നെറ്റ്വർക്കും എല്ലാം നമ്മുടെ സൺ നെറ്റ്വർക്ക്. വേറൊരു പേര് പറഞ്ഞു, സുമംഗലി കേബിൾ വിഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ജയലളിത വന്നിട്ട് എന്ത് ചെയ്തു? ഇതിനെ ഏറ്റെടുത്തു, പിടിച്ചെടുത്ത് സ്റ്റേറ്റിന്റെ ഭാഗമാക്കി. അപ്പോൾ ഇപ്പൊ തമിഴ്നാട്ടിൽ സർക്കാർ കേബിളാണ്, ഇപ്പോൾ സർക്കാരാണ് കേബിൾ ചാനലും ഈ നെറ്റ്വർക്കിംഗ് ഒക്കെ നടത്തുന്നത്, നമ്മുടെ ഇവിടുത്തെ ഏഷ്യാൻ കേബിൾ വിഷൻ പോലെ. അപ്പോൾ പുതുതലമുറ TV-യെ സർക്കാരിനെ വിമർശിച്ചതിന്റെ പേരിൽ അടുത്തിടെ 2 ആഴ്ച മുമ്പാണ് നമ്മുടെ പുതിയ മുഖ്യമന്ത്രി ജോസഫ് വിജയ് കേബിൾ നെറ്റ്വർക്കിൽ നിന്ന് എടുത്തങ്ങ് ദൂരെ കളഞ്ഞു. അപ്പം അതുപോലൊരു പ്രക്രിയ മതി ഈ സൺ നെറ്റ്വർക്ക് മൊത്തത്തിലെടുത്ത് മാറ്റാൻ. അവർക്ക് പേ ചാനലുകളുണ്ട്, ഫ്രീ ചാനലുകളുണ്ട്, അങ്ങനെ വരുമാനം മൊത്തം വരുന്ന ഇതിൽ നിന്നാണ്. അപ്പോൾ ഏതാണ്ട് ഇപ്പോൾ ജോസഫിന്റെ അടുത്ത നീക്കം ഈ ചാനലിനെ ഒന്ന് ബ്ലോക്ക് ചെയ്യിപ്പിക്കാനാണ്. ഇത് ചെയ്യാതിരിക്കണമെങ്കിൽ കേന്ദ്രത്തിലൊരു പിടി വേണം, അല്ലെ വേറെ വഴിയില്ല. അത് അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ, ഇപ്പോൾ താങ്കൾ ചൂണ്ടിക്കാണിച്ചത് ഒരു പ്രശ്നമാണെങ്കിൽ മറ്റു പല അഴിമതി ആരോപണങ്ങൾ ഇവർക്കെതിരെ നിൽക്കുന്നു. അതിലൊക്കെ അന്വേഷണം വരും. ആ അന്വേഷണത്തിൽ ഒരു പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന ഭയം DMK-ക്കുണ്ട്, സ്റ്റാലിനുണ്ട്. ഇവരാരും പിന്നെ അത്ര നല്ല പുള്ളികളൊന്നും അല്ല.
അതുകൊണ്ട് തന്നെ ഇവർക്ക് BJPയോട് ഇണങ്ങി നിൽക്കേണ്ട ആവശ്യമുണ്ട്. പിണങ്ങി നിന്നാൽ കാര്യങ്ങൾ നടക്കില്ല. തീർച്ചയായിട്ടും പെട്ടെന്ന് കയറി BJP അങ്ങ് പിന്തുണയ്ക്കാതെ NDAയുടെ ഭാഗമാകാതെ വിഷയാധിഷ്ഠിത ഒരു ബില്ല് വരുന്നു. അവിടെ ഈ പറഞ്ഞതുപോലെ ഭരണഘടനാ ഭേദഗതി വേണം. അപ്പോൾ ഈ 39 MPമാരുടെ വോട്ടുകൾ നിർണായകമാണ്. ശരി, ഞങ്ങൾ സഹായിക്കാം. അവിടെ DMK ചില കണ്ടീഷനൊക്കെ വയ്ക്കുന്നു. ആ കണ്ടീഷൻ അനുസരിച്ച് കാര്യങ്ങൾ ബില്ലിൽ മാറ്റങ്ങൾ വരുത്തുന്നു, അവർ പിന്തുണയ്ക്കുന്നു. ഇത്തരത്തിൽ ഇത് മുന്നോട്ട് പോകാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ എന്തായാലും കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും അത് വലിയ തിരിച്ചടിയാണ്. ഇനിയിപ്പോൾ UPയിലെ കാര്യം കൂടിയേ നമ്മൾ അറിയാനുള്ളൂ. UPയിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് 2027 തെരഞ്ഞെടുപ്പാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അവിടെയും ബംഗാൾ ആവർത്തിച്ചാൽ തീർച്ചയായിട്ടും അത് BJPയുടെ കരുത്ത് വർദ്ധിപ്പിക്കും. അതേസമയം ഇന്ത്യ മുന്നണിയുടെ കരുത്ത് ചോർത്തിക്കളയും. അവിടെ ഇപ്പൊ തന്നെ ആൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത് അവര് അഖിലേന്ത്യാ നേതാവ് പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾക്കൊരു മുസ്ലിം മുഖ്യമന്ത്രി വേണം, നിങ്ങൾ മുസ്ലിം സ്ഥാനാർത്ഥിയെ മുഖ്യമന്ത്രിയായി ഉയർത്തി കാണിക്കണം. അഖിലേഷ് യാദവ് വഴങ്ങുമോ? ഒരിക്കലും ഇല്ല. അഖിലേഷ് യാദവിന് എങ്ങനെയെങ്കിലും ഒന്ന് ജയിക്കണം, ജയിച്ച് മുഖ്യമന്ത്രി കസേരയിൽ. അത് ഭയങ്കര നമ്മുടെ രാഹുൽ ഗാന്ധി സ്വപ്നം കാണുന്നത് പോലുള്ള ഭാവി മുഖ്യമന്ത്രി എന്ന സ്വപ്നമാണ് ഏറെക്കാലം. പക്ഷേ എങ്ങനെയെങ്കിലും ജയിക്കാൻ അഖിലേഷ് യാദവ് പല കരുക്കൾ നീക്കുമ്പോഴാണ് ഈ ആവശ്യം, ഞങ്ങൾക്കൊരു മുസ്ലിം മുഖ്യമന്ത്രി വേണം. തീർന്നില്ലേ? അവിടെ തീർന്നു. അപ്പോൾ അതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. എന്തായാലും തമിഴ്നാട്ടിൽ വലിയ രാഷ്ട്രീയ മാറ്റം, അടിയൊഴുക്കുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ മുമ്പെങ്ങുമില്ലാത്ത കഴിഞ്ഞ അതായത് 2004 മുതൽ അവർ കോൺഗ്രസിൻ്റെ ഭാഗമായി, UPAയുടെ ഭാഗമായി, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടൊക്കെ നിന്ന DMK ആ ബന്ധം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് അവരുടെ നേരെ എതിർ പാളയത്തിലേക്ക്, NDA പാളയത്തിലേക്ക് പോകുന്നൊരു കാഴ്ചയാണ്. പതുക്കെയാണെങ്കിലും ഭാവിയിൽ NDAയുടെ ഭാഗമായി DMK മാറിത്തീരും എന്ന് നമുക്ക് കരുതാവുന്ന സൂചനകളാണ്. അതിൻ്റെ ഭാഗമാണ് ഈ വൈക്കോയുടെ പ്രഖ്യാപനവും വൈക്കോയുടെ പ്രസ്താവനയും കാണേണ്ടത്. അല്ലാതെ വൈക്കോ വേറെ പ്രത്യേകിച്ച് DMKയോട് എന്തെങ്കിലും ഒന്നും കിട്ടാനൊന്നുമില്ല. വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും നിന്ന് പിഴയ്ക്കണം. ഒരു മെസ്സഞ്ചർ ഈ വിവരം അറിയിക്കുക നാട്ടുകാരെ. അതെ, അതിന് വൈക്കോയെ അവർ കരുവാക്കിയിരിക്കുന്നു. വൈക്കോ അത് ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു. ഇനി അറിയേണ്ടത് വൈക്കോയുടെ 2 MLAമാർ DMKയിൽ തുടരുമോ അതോ രാജിവെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് വിജയിച്ച് ജോസഫ് വിജയിനൊപ്പം പോകുമോ എന്നുള്ളതാണ്. അതിൻ്റെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം കൂടി തമിഴ്നാട്ടിൽ ഒരുങ്ങി വരുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും അവസാനിപ്പിക്കുന്ന ഒരു കാര്യം കൂടി, ഈ DMK ഒരുപാട് അഴിമതി കേസുകൾ DMK സർക്കാർ സ്റ്റാലിൻസൊക്കെ ചെന്നപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല കുട്ടികളായി അച്ചടക്കത്തോടെ സ്കൂളുകളിൽ പോകുന്നതാണ് ഇനി അവർക്ക് നല്ലത്. ജയിലിലേക്ക് പോയാൽ സ്കൂളുകളിൽ സമൃദ്ധിയായ ഭക്ഷണമാണ്. ജയിലിലെ ഭക്ഷണം എടുത്ത് കുട്ടികൾ കൊടുക്കാൻ പറഞ്ഞിട്ട് ജയിലിൽ ഇനി ഇപ്പോൾ തമിഴ്നാട്ടിൽ മൊത്തം കഞ്ഞിയും പയറുമാണ്. അതുകൊണ്ട് അതും കഴിച്ച് ജീവിക്കാൻ സനാതനധർമ്മം ഈ പകർച്ചവ്യാധിയാണെന്നും അതിനെ തുടച്ചു നീക്കുമെന്നും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉദയനിധി സ്റ്റാലിൻ കഞ്ഞിയും പയറും കുടിക്കേണ്ടി വരും എന്നുള്ളതാണ്. അതിനൊന്നും ഇടവരുത്താതിരുന്നാൽ അവർക്ക് നല്ലത്.